കഥനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥനത്തിൽ ഇന്ന് ശ്രീ മുണ്ടൂർ കൃഷ്ണൻകുട്ടിയുടെ നിലാപിശുക്കുള്ള ഒരു രാത്രിയിൽ എന്ന കഥാസമാഹാരത്തിൽ നിന്നുള്ള ഒരു കഥയാണ്. കഥ മുഴുമിക്കാത്ത ഒരു മറുപടി. പകലുറക്കത്തിൻ്റെ മുഖത്ത് വന്നിരിക്കുന്ന ഈച്ചയെപ്പോലെ ആ കത്ത് എന്നെ അലോസരപ്പെടുത്തുന്നു. ഡിസംബർ 30 രാവിലെയാണ് ആ കത്ത് കിട്ടുന്നത്. സൗമ്യമായ കൈപ്പട. ഞാനൊരു തിരക്കിലായിരുന്നതിനാൽ മേൽവിലാസം നോക്കി എഴുതിയ ആളെ തിരിച്ചറിയാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു. പരിചയമുള്ള ആരുടെയോ കയ്യക്ഷരമാണ്. പക്ഷേ ആളെ തിട്ടപ്പെടുത്താൻ പറ്റുന്നില്ല. കവറിനു പിന്നിൽ ഒരു ഒപ്പും അത് വെട്ടിക്കളഞ്ഞ പാടും കണ്ടു. ഞാൻ കത്ത് പൊളിച്ചു. AP എന്ന് വിളിച്ചുകൊണ്ട് കത്ത് തുടങ്ങുന്നു. അടുത്ത് ഇടപഴകുന്നവർ മാത്രം എന്നെ വിളിക്കുന്ന പേര്. ആരുടെ കത്തായിരിക്കുമെന്ന് അറിയാനുള്ള ധൃതിയോടെ ഞാൻ താഴെ നോക്കി. അത് രാവുണ്ണിയുടെ കത്തായിരുന്നു. ജയിലിൽ നിന്നും രാവുണ്ണി അയച്ച കത്ത്. കുറച്ചു നേരം ഞാൻ ഒന്നും ചെയ്യാതെ, ഒന്നും ഓർക്കാതെ അങ്ങനെ തന്നെ നിന്നുപോയി. അന്ന് വൈകുന്നേരത്തെ വണ്ടിക്ക് എനിക്ക് ഹൈദരാബാദിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നു. യാത്രയ്ക്കും താമസത്തിനും ആവശ്യമായ സാധനങ്ങൾ ഒരുക്കി വയ്ക്കുന്ന തിരക്കിലേക്ക് അതിനാൽ എനിക്ക് മടങ്ങേണ്ടിയിരുന്നു. രാവുണ്ണിയുടെ കത്ത് ഒന്നുകൂടി മടക്കി ഞാൻ ബാഗിലെ പോക്കറ്റിലിട്ടു. വണ്ടിയിലിരിക്കുമ്പോഴാണ് ആ കത്ത് ഞാൻ പൂർണ്ണമായി വായിച്ചത്. അന്നേരം വല്ലാത്തൊരു തേങ്ങലോടെ വണ്ടി ഓടിക്കൊണ്ടേയിരുന്നു. ആ തേങ്ങലിൻ്റെ താളത്തിൽ ഞാൻ രാവുണ്ണിയുടെ ശബ്ദം കേട്ടു. പതിഞ്ഞ് മയമുള്ള ശബ്ദം. APക്ക് സുഖം തന്നെയല്ലേ? അമ്മയ്ക്കോ? അമ്മ ഇപ്പോഴുമില്ലേ? എത്ര കാലമായി നാം തമ്മിൽ കണ്ടിട്ടും വർത്തമാനം പറഞ്ഞിട്ടും? അവിടെ എൻ്റെ വായന ഒന്ന് എരടി നിന്നു. രാവുണ്ണി കുറച്ചു മാസം മുമ്പ് പരോളിൽ നാട്ടിൽ വന്നിരുന്നു. ഞാൻ ഒരു ദിവസം കാണാൻ ചെന്നു. ആള് പാലക്കാട്ടുള്ള ഒരു ബന്ധുവിനെ കാണാൻ പോയതായിരുന്നു. അപ്പോൾ കുറേ നേരം കാത്തിരുന്നെങ്കിലും എനിക്ക് വെറുതെ മടങ്ങേണ്ടി വന്നു. വിവരമറിഞ്ഞ് പിറ്റേന്നു തന്നെ അയാൾ എൻ്റെ വീടിൻ്റെ പടി വരെ എത്തിയത്രേ. ഞാൻ അപ്പോഴേക്കും തിരുവനന്തപുരത്തേക്ക് പോയി കഴിഞ്ഞിരുന്നു. പരോളിൽ വന്നപ്പോൾ കാണാൻ പറ്റാതെ പോയതിലുള്ള വിഷമം ആ കത്തിലുണ്ടായിരുന്നു. ചെറിയ ചെറിയ ഓർമ്മകൾ ആ കത്തിലുണ്ടായിരുന്നു. 61 ഒരു സന്ധ്യയിൽ എൻ്റെ വീട്ടിലിരുന്ന് സംസാരിച്ച സന്ദർഭത്തെക്കുറിച്ചുള്ള സൂചനയും ആ കത്തിലുണ്ടായിരുന്നു. ഞാൻ പുറത്തെ ബഹളത്തിലായതുകൊണ്ടാവാം എനിക്ക് ആ സന്ദർഭമേ ഓർമ്മയുണ്ടായിരുന്നില്ല. ഞാൻ കത്ത് മടക്കി. പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി അങ്ങനെയിരുന്നു. വ്യക്തിപരമായ കുറേ ഓർമ്മകൾ മാത്രമായിരുന്നു ആ കത്ത്. പഴയ ഒരു കാലത്തേക്ക് തിരിച്ചുപോയ ഒരനുഭവം. വണ്ടിയുടെ തേങ്ങൽ ഒരു പ്രതിഷേധത്തിൻ്റെ മുഴക്കം പോലെ കേട്ടു തുടങ്ങി. കത്തിലെ ഓരോ അക്ഷരവും മനസ്സിൽ കിടന്ന് പൊരിയുകയും പുതിയ പുതിയ വാക്യങ്ങൾ സ്വയം ഉണ്ടാക്കുകയും ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. തേങ്ങലിൽ നിന്ന് പ്രതിഷേധത്തിലേക്ക് കുതിച്ചുകൊണ്ടിരുന്ന വണ്ടി എനിക്ക് വയ്യേ, എനിക്ക് വയ്യേ എന്ന് കരഞ്ഞുകൊണ്ട് ആന്ധ്രയിലെ ഒരു ഇരുട്ടിൽ പച്ച കാണാതെ നിന്നുപോയി. രാവുണ്ണി എന്നാണ് രാവുണ്ണിയായി മാറിയതെന്ന് എനിക്ക് നല്ല ഓർമ്മയില്ല. തമിഴ്നാട്ടിലെ ഒരു ജയിലിൽ രാവുണ്ണി കിടക്കുമ്പോൾ അയാൾക്കു വേണ്ടി ചില കത്തുകൾ ഡ്രാഫ്റ്റ് ചെയ്യാൻ അയാളുടെ അച്ഛനെ സഹായിച്ചിരുന്നത് ഞാനായിരുന്നു. ജയിലിൽ നിന്ന് വിട്ടതും അയാൾ നാട്ടിലേക്ക് വന്നു. ഇനി തിരിച്ചു പോകുന്നില്ലേ രാവുണ്ണി? ഇല്ല, ഇനി മുതൽ ഇവിടെ പ്രവർത്തിക്കാൻ പോവുകയാണ് ഞാൻ. അങ്ങനെ രാവുണ്ണി തനി നാട്ടുകാരനായി മാറുകയായിരുന്നു. കാണുമ്പോഴെല്ലാം ഞങ്ങൾ പല കാര്യവും സംസാരിച്ചിരുന്നു. അയാൾ പറയുന്ന പലതിനോടും വിയോജിക്കുമ്പോഴും ഞാൻ മനസ്സിൽ പറഞ്ഞു, തമിഴ്നാട്ടിലെ പ്രവർത്തനം കൊണ്ടും രാഷ്ട്രീയമായ പഠനം കൊണ്ടും രാവുണ്ണി, നിന്റെ തല വളരെ വലുതായല്ലോ. പിന്നീട് രാവുണ്ണി ഒരു രഹസ്യമായി മാറിത്തുടങ്ങി. കാട്ടുകുളത്തിന് പടിഞ്ഞാറ് ഐരുമലയിൽ നിന്നും മുടിയഴിച്ചാടുന്ന ഇരുട്ട് നാടിറങ്ങും പോലെ ഒരു രഹസ്യം. എവിടെയായിരുന്നു രാവുണ്ണി? വല്ലപ്പോഴും കണ്ടുമുട്ടുമ്പോൾ ഞാൻ കുശലം ചോദിച്ചു. പക്ഷേ രാവുണ്ണിയിൽ നിന്നും വ്യക്തമായ മറുപടി കിട്ടാതെയായി. അയാളുടെ മനസ്സു തന്നെ ദൂരെ എവിടെയോ പരുങ്ങുന്നത് പോലെ തോന്നി. ഞാൻ പലപ്പോഴും പറഞ്ഞു,
എനിക്കിത് മനസ്സിലാവുന്നില്ല രാവുണ്ണി. ഈ സാഹസികത നമ്മെ എവിടെയെങ്കിലും കൊണ്ടെത്തിക്കുമോ? എനിക്ക് ഉത്തരം കിട്ടിയില്ല. അഥവാ കിട്ടിയ ഉത്തരമൊന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ചിലപ്പോൾ ആരോടുമല്ലാതെ ഞാൻ ചോദിച്ചു, വളരെ വേഗം പ്രതികരിക്കുന്ന, പാപം തീണ്ടാത്ത ഇങ്ങനെയൊരു മനസ്സല്ലേ മനുഷ്യന് കിട്ടിയ ശാപം? ഹൈദരാബാദിലെ താമസത്തിനിടയിൽ ഒരു ദിവസം ഞാൻ രാവുണ്ണിക്ക് മറുപടി എഴുതാനിരുന്നു. പുറത്തുനിന്നും വന്നെത്തുന്ന കത്തിനു വേണ്ടി അയാൾ അത്യാർത്തിയോടെ കാത്തിരിക്കുകയാവുമെന്നറിഞ്ഞിട്ടും മറുപടി എഴുതാൻ 2 ആഴ്ചയോളം താമസിച്ചത് എനിക്ക് സ്വതേയുള്ള അലസത കൊണ്ട് മാത്രമാണോ? അതോ വാറങ്കലിൽ നിന്ന് വരവരറാവുവും കൂട്ടരും അറസ്റ്റ് ചെയ്യപ്പെട്ട വിവരം കേട്ടതുകൊണ്ടാണോ? കത്തെഴുതാൻ ആരംഭിച്ചു. ഞാൻ ജയിൽ കണ്ടിട്ടില്ല. എൻ്റെ മനസ്സിലുള്ള ജയിൽമുറി വീതി വളരെ കുറഞ്ഞ നീളം കൂടി ഒന്നാണ്. ബഷീറിൻ്റെ മതിലുകൾ വായിച്ചോ മറ്റോ കിട്ടിയ ഒരു സങ്കല്പമാണ്. ആ മുറിയിലേക്ക് എവിടെ നിന്നോ നേരിയ വെളിച്ചം മാത്രം വരുന്നു. അത് പകൽ വെളിച്ചമോ രാത്രി വെളിച്ചമോ അല്ല. കാരണം പകൽ രാത്രിയോ രാത്രി പകലോ ആയി മാറാൻ പറ്റാത്ത വിധം കാലത്തെ ആ മുറിക്കുള്ളിൽ തളച്ചിട്ടിരിക്കുന്നു. തടവ് കിടക്കുന്ന കാലം വരഞ്ഞുവെച്ച കള്ളിക്കുള്ളിൽ പുറത്തുനിന്നും വല്ലപ്പോഴും വന്നെത്തുന്ന വിവരം കാത്ത് രാവുണ്ണിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ കത്തെഴുതാൻ ആരംഭിച്ചു. എഴുതാൻ വൈകിയതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് കത്ത് തുടങ്ങി. പെരുങ്കുളത്തെ വെള്ളം കേടുവന്ന് കഷായം പോലെയായത്. നായാടിക്കുന്നിലെ ഉരുസൻ പാറ കല്ലെടുക്കാൻ വേണ്ടി പൊട്ടിച്ചു കളഞ്ഞത്. ഗ്രാമത്തിലെ വടക്കൻകാട് വെട്ടിയും നശിപ്പിച്ചും കല്ലടിക്കോടൻ മലയുടെ അടിവാരത്തോളം എത്തിച്ചത്. സൈക്കിൾ കട വേലായുധേട്ടൻ എന്ന പഴയ കമ്മ്യൂണിസ്റ്റുകാരൻ മരിച്ചുപോയത്. പാലക്കീഴമ്മയുടെ കുമ്മാട്ടിക്ക് പത്താനപ്പട്ടം കെട്ടിനിന്നത്. PS പ്രഭാകരൻ കുഴൽമന്ദത്തേക്ക് താമസം മാറ്റിയത്. അങ്ങനെ കത്ത് നീളുകയായിരുന്നു. ഇടയ്ക്ക് ഗോപാലകൃഷ്ണൻ മുറിയിലേക്ക് കടന്നു വന്നു. ഞാൻ ആർക്കാണ് കത്തെഴുതുന്നത് എന്നും കത്തിലെ വിശേഷങ്ങൾ എന്തെല്ലാമെന്നും ഗോപാലകൃഷ്ണന് വിശദമായി പറഞ്ഞുകൊടുത്തു. കുറേ നേരം ആലോചിച്ചിരുന്ന ശേഷം ഗോപാലകൃഷ്ണൻ മെല്ലെ പറഞ്ഞു, എല്ലാം സമ്മതിക്കുന്നു. പക്ഷേ ഈ കത്ത് എഴുതേണ്ടതില്ലെന്നാണ് ഞാൻ പറയുക. അതെന്താ? ഞാനൊരു ചങ്ങാതിക്ക് എഴുതും പോലെയല്ലേ ഇവിടെ ചെയ്യുന്നുള്ളൂ. അതുതന്നെയാണ് ഇവിടുത്തെ കുഴപ്പവും. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഒരു കോഡുഭാഷയുടെ ദുരൂഹതയുള്ള പോലെ തോന്നുന്നു. അതുകൊണ്ട് ജയിലധികാരികൾ വായിച്ചേ കത്ത് രാവുണ്ണിക്ക് കിട്ടൂ. ആവട്ടെ. ആവട്ടെ എന്നല്ല, ആന്ധ്രയിലെ തെലുങ്കാന ഭാഗത്തു നിന്ന് പോകുന്ന കത്താണ്. കത്താവട്ടെ നാട്ടിലെ നുള്ളുനുറുങ്ങുകൾ പറയുന്ന മട്ടിൽ എന്തെല്ലാമോ പറയുന്നു. ഇടനില വായനക്കാരന് സംശയം തോന്നിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതിൻ്റെ ഫലം എന്താവുമെന്നറിയോ? ഒരാളെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആന്ധ്ര പോലീസിന് ഒരു രഹസ്യ നിർദ്ദേശം. ശരി, ആന്ധ്ര പോലീസ് അന്വേഷിക്കുന്നു എന്ന് തന്നെ വെക്കുക. നമുക്ക് അങ്ങനെ യാതൊരു ബന്ധവുമില്ലാത്ത സ്ഥിതിക്ക് എന്തിനു പേടിക്കണം? ആന്ധ്ര പോലീസാണ്. അവർക്ക് അത്ര എളുപ്പം അത് ബോധ്യപ്പെട്ടില്ലെങ്കിലോ? ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നിന്റെ ഇഷ്ടം പോലെ. അന്ന് ആ കത്ത് ഞാൻ തുടർന്നെഴുതുകയുണ്ടായില്ല. പിറ്റേന്നും അതിൻ്റെ പിറ്റേന്നും മേശപ്പുറത്ത് പേപ്പർ വെയ്റ്റിനു താഴെ പകുതി വെച്ച് നിന്നുപോയ ആ കത്ത് കിടന്നു. പിന്നെ ഞാനത് മടക്കി മേശവലിപ്പിലിട്ടു. ഒരു ദിവസം ഞാനത് കീറിക്കളയുകയും ചെയ്തു. പക്ഷേ പകലുറക്കത്തിൻ്റെ മുഖത്ത് വന്നിരിക്കുന്ന ഈച്ചയെപ്പോലെ എന്നെ ഇടയ്ക്കിടെ അലോസരപ്പെടുത്തിക്കൊണ്ട് എൻ്റെ മേശവലിപ്പിൽ രാവുണ്ണിയുടെ കത്ത് കിടന്നു. എൻ്റെ ഉള്ളിലെ ഭീരു ഈ അലോസരത്തിൽ എന്നും പതറിയിരുന്നു. കോങ്ങാട് നക്സൽ സംഭവം നടന്ന കാലം. നടന്നുകഴിഞ്ഞ് മണിക്കൂറുകൾക്കകം വിവരം മുണ്ടൂരെത്തി. മുണ്ടൂരിൽ നിന്ന് വിളിച്ചാൽ വിളി കേൾക്കുന്ന അടുത്താണ് കോങ്ങാടെന്ന് പറയാം. സംഭവത്തിൽ പങ്കെടുത്ത പലരും മുണ്ടൂരുമായി ബന്ധമുള്ളവരാവാമെന്നും ശ്രുതി പരന്നു. രാവിലെ പെരുങ്കുളത്ത് കുളിക്കാനെത്തിയവർ കഴിയുന്നതും നിശബ്ദരായി കുളിച്ചു കയറി. തേവരോടത്ത് തൊഴാൻ കയറിയവർ അവിടെവിടെ നിന്ന് സ്വരം താഴ്ത്തി സംസാരിച്ചു. ഉച്ചയാവുമ്പോഴേക്കും പോലീസ് ഒരു പട പോലെ മുണ്ടൂര് വന്നിറങ്ങി. സംശയം തോന്നിയവരെ എല്ലാം പിടിച്ച് വാനിലിട്ട് ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയി. കിട്ടാത്തവരെ അന്വേഷിച്ച് ഇടവഴിയിലും പറമ്പോരത്തും പോലീസുകാർ കാവൽ നിന്നു. തൃക്കണാമ്പൊറ്റയിലും പള്ളിക്കാട്ടിലും പോലീസ് ഒളിഞ്ഞിരുന്നു.
ഒരു ദിവസം ഞാൻ പാലക്കാട് നിന്നും തിരിച്ചു വരികയാണ്. രാത്രി 8 കഴിഞ്ഞു കാണും. യദൃച്ഛയാ നേരം വൈകിപ്പോയതായിരുന്നു. പാടം കടന്ന് ഇടവഴി കയറുന്നിടത്തെത്തി. പെട്ടെന്നാണ് മുഖത്ത് ശക്തിയായ വെളിച്ചം വന്നു വീണത്. ഞാൻ ഞെട്ടിവിറച്ച് അങ്ങനെ തന്നെ നിന്നു. അത് പോലീസുകാരായിരുന്നു. ആരാണെന്നും എവിടെ നിന്നാണ് വരുന്നത് എന്നും വിസ്തരിച്ച് പറയേണ്ടി വന്നു എനിക്ക്. എന്നിട്ടേ അവരെന്നെ വിട്ടയച്ചുള്ളൂ. ഇടമുറിയാതെ മഴ പെയ്യുന്ന ആ കാലം ഒരു ദുസ്വപ്നം പോലെ എൻ്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. ഉറക്കം വരാതെ അസ്വസ്ഥനായി ചെവിയോർത്ത് കിടന്ന് രാത്രി വെളുപ്പിച്ചിരുന്ന ആ ദിവസങ്ങൾ മറക്കാൻ വയ്യ. അമ്പലമുറ്റത്തു നിന്നോ ഇടവഴികളിൽ നിന്നോ കേട്ടിരുന്ന ബൂട്ടിൻ്റെ ശബ്ദമല്ല എന്നെ അസ്വസ്ഥനാക്കിയത്. മഴയുടെ താളം തെറ്റിച്ചുകൊണ്ട് പടിഞ്ഞാറേ തൊടിയിൽ മറ്റൊരു ശബ്ദം കേൾക്കുന്നു. ചീഞ്ഞ ചപ്പില കാലടിക്കടിയിൽ ഞരങ്ങും പോലെ. ഞാൻ വീണ്ടും ചെവി കൂർപ്പിക്കുന്നു. മാറു പിടയ്ക്കുന്നു. അതെ, അയാൾ തന്നെ ഇരുട്ടിലൂടെ പതുങ്ങി പതുങ്ങി വരികയാണ്. ചപ്പിലകൾ ഞെരിഞ്ഞമരുന്ന ശബ്ദം അടുത്തടുത്തു വരുന്നു. ഇപ്പോൾ ഉമ്മറക്കല്ല് കയറിക്കഴിഞ്ഞു. അയാൾ തന്നെ. ഇനി വാതിലിൽ മെല്ലെ മെല്ലെ മുട്ടും. മുട്ടിയാൽ വാതിൽ തുറക്കാതിരിക്കാൻ വയ്യ. ലൈറ്റിടാതെ തുറക്കണം. വന്ന ആൾ മെല്ലെ ഉള്ളിൽ കിടക്കും. വീട്ടിനുള്ളിലും പുറത്തും ഇരുട്ട്. പുറത്തെ ഇരുട്ടിനെ ഒന്നുകൂടി കറുപ്പിച്ചുകൊണ്ട് മഴ. ആ മഴയത്തും അമ്പലപ്പറമ്പിലോ നാലമ്പലത്തിൻ്റെ ഓരത്തോ പോലീസ് ഒളിഞ്ഞു നിൽക്കുന്നുണ്ടാവും. അതിനാൽ ഇരുട്ടിൽ തന്നെ നിന്ന് സ്വകാര്യം പറയും പോലെ അയാൾ പറയും, 2 ദിവസം ഞാനിവിടെ നിൽക്കട്ടെ എപ്പി. 2 ദിവസം. മറ്റൊരു ദിക്കും സുരക്ഷിതമല്ലാത്തതുകൊണ്ടാണ്. 2 ദിവസം കഴിഞ്ഞ് ഇതുപോലൊരു സമയത്ത് ഒരാൾ വന്ന് എന്നെ ഇറക്കിക്കൊണ്ട് പോവും. എല്ലാം ശ്രദ്ധിച്ചു കേട്ട് ഞാൻ നിൽക്കും. ഞാൻ സഹയാത്രികനല്ലെന്ന് അയാൾക്ക് നന്നായി അറിയാം. എന്നാലും ചെന്നു കയറിയാൽ രക്ഷിക്കാതിരിക്കില്ല എന്ന വിശ്വാസം. ഞാൻ എന്തു ചെയ്യും? പക്ഷേ ഉമ്മറക്കല്ല് കയറി വാതിൽക്കൽ അന്ന് ആരും നിന്നിരുന്നില്ല. ക്ഷീണിച്ച് ഞാനൊന്ന് മയങ്ങി. ഈ ചെവിയോർക്കൽ, ഈ തയ്യാറെടുപ്പ് മാസങ്ങളോളം തുടർന്നു. മറ്റു പലരും പോലീസ് വലയിൽ വീണിട്ടും രാവുണ്ണിയുടെ മാത്രം വിവരമില്ല. ഒരുപക്ഷേ രാവുണ്ണി ദൂരെ എവിടേക്കെങ്കിലും കടന്നുകളഞ്ഞിരിക്കുമോ? അപ്പോഴും രാത്രി പടിഞ്ഞാറേ തൊടിയിറങ്ങി ആരോ വരുന്ന ശബ്ദം കേട്ടിരുന്നു. ആ ശബ്ദത്തിൽ എൻ്റെ ഉറക്കം നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. പിന്നെ വളരെ കഴിഞ്ഞ് കാസർഗോഡിനടുത്ത് എവിടെയോ വെച്ച് രാവുണ്ണി അറസ്റ്റ് ചെയ്യപ്പെട്ടതായി കേട്ടു. പടിഞ്ഞാറേ തൊടിയിൽ അപ്പോഴും ചപ്പില ചെത്തപ്പെട്ടെങ്കിലും വാതിൽക്കൽ മുട്ടാൻ ആരുമുണ്ടായിരുന്നില്ല. അതിനാൽ എനിക്ക് ഉറക്കം തിരിച്ചു കിട്ടി. ചാരുകസേരയിൽ ഇരുന്നുള്ള മനോരാജ്യം കാണലും തിരിച്ചു കിട്ടി. ഇപ്പോൾ വീണ്ടും മടി പിടിച്ചിരിക്കുന്ന എൻ്റെ സന്ധിയിലേക്ക് ഇടയ്ക്കിടെ രാവുണ്ണിയുടെ കത്തിൻ്റെ ഓർമ്മ തോട്ടരക്കത്തി പോലെ, അല്ല, നിലവറക്കുണ്ടിലെ ബ്രഹ്മരക്ഷസിൻ്റെ തേങ്ങൽ പോലെ കടന്നു വരുന്നു. മിന്നലേറ്റ് തലകരിഞ്ഞ കരിമ്പന പാടത്ത് ഒരു അബദ്ധം പോലെ നിൽക്കുന്നതും നോക്കി ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. എന്താണ് എഴുതേണ്ടതെന്ന് ഇപ്പോഴും അറിയാത്തതിനാൽ ഞാൻ രാവുണ്ണിക്ക് മറുപടി ഒന്നും എഴുതുന്നില്ല.